ഇന്നത്തെ എൻ്റെ വായന അരവിന്ദൻ എന്ന കഥ. എഴുതിയത് റഹ്മത്ത് ഒലവക്കോട്ട്. നഗരത്തിലെ ഓഫീസ് മുറിയുടെ വരാന്തയിലെ ചാരുബെഞ്ചിൽ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ശീലമായി കഴിഞ്ഞിരിക്കുന്നു. പുറത്തെ കാഴ്ചകൾക്ക് വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. വെയിലേറ്റു കാടിയ കുറെ മനുഷ്യർ എങ്ങോട്ടൊക്കെയോ പായുന്നു. വിയർത്തു കരുവാളിച്ച ചിലർ, പൊടി പിടിച്ചു നിറച്ചുപോയ തെരുവു കച്ചവടക്കാർ, അങ്ങനെ പലതും നിത്യ കാഴ്ചകളാണ്. ഓഫീസിന്റെ താഴത്തെ മുറികളിൽ അടുത്തടുത്തായി 2-3 വക്കീൽ ഓഫീസുകളുണ്ട്. കറുത്ത വക്കീൽ കുപ്പായമിട്ട പുരുഷന്മാരും സ്ത്രീകളും. അവരെ കൗതുകത്തോടെ നോക്കിയിരിക്കാൻ എനിക്കിഷ്ടമാണ്. കാറും ഫ്ലാറ്റും ഒക്കെയുള്ള അവർ എന്നിൽ നിന്നും എത്രയോ ദൂരത്താണെന്നറിയുമായിരുന്നിട്ടും. പുറപ്പെടുമ്പോൾ അമ്മ തന്നുവിട്ട റെക്കമെൻഡേഷൻ ലെറ്റർ ഞാൻ എടുത്തു നോക്കി. നോട്ട്ബുക്കിന്റെ പേജ് 4 മടക്കിയ കത്തിൽ ഇപ്രകാരം ഒരു സത്യപ്രസ്താവന: രാവുണ്ണിയേട്ടാ, ഇതെന്റെ മകൻ അരവിന്ദൻ. 10ാം തരം പാസ്സായിട്ടുണ്ട്. എന്ത് ജോലിയും ചെയ്തോളും. എൻ്റെ മോനെ എവിടെയെങ്കിലും പിടിപ്പാക്കി കൊടുക്കണം. ഏട്ടന് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖം തന്നെ. ബാക്കി അവൻ നേരിൽ പറയും. തീവണ്ടി ഇറങ്ങി ഞാൻ ഒരുപാട് അലഞ്ഞു. അധികമൊന്നും പുറത്ത് യാത്ര ചെയ്യാത്ത ഞാൻ അമ്മ തന്ന അഡ്രസ്സ് വെച്ച് എവിടെ ചെന്നതപ്പാൻ? രാവുണ്ണി, കോഴിക്കോട്. അത്രമാത്രമായിരുന്നു അമ്മക്കറിയാമായിരുന്നത്. ഏതോ ഒരു ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് മാമന്റെ ഷോപ്പ് എന്ന് അമ്മ ഓർത്തെടുത്തു പറഞ്ഞത് മനസ്സിലുണ്ടായിരുന്നു. ലോകവിവരം കൂടുതലുള്ളത് കൊണ്ടും മറ്റുള്ളവരുടെ ചോദിച്ചറിയാനുള്ള മടി കൊണ്ടും ഞാൻ കുറെ അലഞ്ഞു. ബസ് സ്റ്റാൻഡ് 3 എണ്ണം ഉണ്ടായിരുന്നു. ഏത് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ചെല്ലുമ്പോഴും മാമന്റെ ഷോപ്പ് തിരക്കും. ആർക്കും അങ്ങനെയൊരു ഷോപ്പിനെ കുറിച്ച് വിവരമൊന്നുമില്ല. തോൾസഞ്ചി ഒരു ഭാരമായി തോന്നി. തന്റെ 4 ജോഡി ഡ്രസ്സും അമ്മ തന്നുവിട്ട കുറച്ച് സ്നേഹോപഹാരങ്ങളും മാത്രമേ ഉള്ളുവെങ്കിലും പ്രതീക്ഷ നശിച്ചു തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ഭാരമായി അനുഭവപ്പെട്ടത്. മാമനെ കണ്ടുപിടിക്കാൻ വൈകുന്തോറും മനസ്സിൽ ആദ്യ പെരുകി. സൂര്യൻ ഉച്ചയിൽ നിന്ന് തെറ്റിയിട്ട് അധിക നേരമായി. സ്കൂൾ കുട്ടികളും ജോലിക്കാരുമെല്ലാം തിരക്ക് പിടിച്ച് സ്റ്റാൻഡിൽ എത്തി തുടങ്ങി. എൻ്റെ അന്വേഷണത്തിന്റെ 3ാം ഘട്ടവും തികഞ്ഞു. വിഷണ്ണനായി പരവേശം. ഒരു സോഡ വാങ്ങി 2 കവിൾ ഇറക്കിയപ്പോൾ ഉള്ളിൽ നിന്നും ഒരു തികട്ടൽ. രാവിലെ വല്ലതും കഴിച്ചതാണ്. അമ്മ തന്നുവിട്ട പൊതിച്ചോറ് കയ്യിലുണ്ട്. പക്ഷേ വലിയ അപരിചിതമായ ഈ പട്ടണത്തിൽ എവിടെ ചെന്നിരുന്ന് കഴിക്കും? പുറം ലോകവുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത അമ്മയ്ക്ക് പട്ടണത്തെക്കുറിച്ചൊന്നും വലിയ പിടിയുണ്ടാവില്ലല്ലോ. പീടിക നടത്തണ രാവുണ്ണിയെ അറിയാത്തവരുണ്ടാവുമോ? ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ചെന്ന് ആരോട് ചോദിച്ചാലും രാവുണ്ണിയെ കാണിച്ചു തരും. അവിടെ ചെല്ലുക, ഏട്ടന്റെ വീട്ടിൽ പോയി വിശ്രമിക്കാമല്ലോ. പിന്നെ എല്ലാം ഏട്ടൻ നോക്കിക്കോളും. സ്നേഹമുള്ളവനാ. അമ്മയുടെ ചിന്ത അങ്ങനെയൊക്കെയാണ്. രാവുണ്ണി മാമനെ പണ്ടെങ്ങോ കണ്ടതാണ്. തൂവെള്ളമുണ്ടും ഷർട്ടും തുകൽ ചെരുപ്പുമൊക്കെയിട്ട് നല്ല പൈസക്കാരൻ തന്നെയാണ് മാമൻ. ചെറുപ്പത്തിലേ ഞാൻ ധരിച്ചു വച്ചിരുന്ന ധാരണ അങ്ങനെയൊക്കെയാണ്. വീണ്ടും ഒരേമ്പക്കം എന്നിൽ നിന്നുണ്ടായി. അടുത്തു നിന്നിരുന്ന ഒരു മാന്യദേഹം എന്നെ ഒന്ന് തുറിപ്പിച്ചു നോക്കി. ദൂരെ മാറി നിന്നു. എനിക്കത് മനസ്സിലായില്ല. ഗ്രാമത്തിൽ എത്രയോ തവണ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അവിടെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഞാൻ എൻ്റെ കുപ്പിക്കണ്ണടക്കിടയിലൂടെ അയാളെ ഗൗരവത്തിലൊന്ന് നോക്കി. 10ാം തരം പാസ്സായിട്ടുണ്ടെന്ന ബോധം എന്നെ കൂടുതൽ ഗൗരവക്കാരനാക്കി. നിശ്ചയമില്ലാത്ത യാത്രക്കാരൻ എന്ന് എന്നെ കണ്ടാൽ അറിയാമെന്ന് എൻ്റെ മട്ടും ഭാവം സൂചിപ്പിക്കുന്നുണ്ടാവും. കറുത്ത കോട്ട് ധരിച്ച ഒരു വക്കീൽ എന്നെ കണ്ട് അടുത്തു വന്നു. എനിക്കറിയാവുന്ന വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ നിന്നിരുന്നത് മാമൻ്റെ ഓഫീസിൻ്റെ താഴെയായിരുന്നു എന്നെനിക്ക് മനസ്സിലായത്. രാവുണ്ണിമാമൻ്റെ മുറിയിലെ മെഴുകുതിരി വെട്ടത്തിൽ ഞാൻ ആകെ ഒരു പരിശോധന നടത്തി. കഷ്ടിച്ച് 5 അടി മാത്രം വീതിയുള്ള ഒരു കോണിമുറിയായിരുന്നു അത്. ചുമരിൽ ദൈവങ്ങളുടെയും അല്ലാത്തവരുടെയുമായ കളർ കലണ്ടറുകൾ ഞാത്തിട്ടിരിക്കുന്നു. ഹാങ്ങറിൽ കുറച്ച് മുഷിഞ്ഞ തുണികളും ഒരു ചെറിയ പ്ലാസ്റ്റിക് കയറും. മുഷിഞ്ഞ തുണികൾ മനസ്സിലാക്കാം, പക്ഷേ ഈ പ്ലാസ്റ്റിക് കയർ എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടിയില്ല. ആലോചന മുറുകി വന്നപ്പോൾ മാമൻ്റെ ശബ്ദം: വല്ലതും കഴിച്ചോടാ. മാമൻ ആണിയിൽ നിന്ന് ആ പ്ലാസ്റ്റിക് കയർ എടുത്ത് കൈത്തണ്ടയിൽ ചുറ്റി. എനിക്കല്പം ഭയം തോന്നാതിരുന്നില്ല. മാമൻ ഇതെന്ത് പറ്റി? ഇപ്പോൾ ഈ കയർ എന്തിനാ? നട്ടപ്പാതിരക്ക് ഇദ്ദേഹം ആടിനെ കെട്ടാൻ പോകുന്നു. ഞാൻ ഇല്ലെന്ന് തലയാട്ടി. അമ്മ തന്നുവിട്ട പൊതിച്ചോറ് കയ്യിലുണ്ടെന്ന ധൈര്യത്തിൽ ഞാൻ പറഞ്ഞു: കൊണ്ടുവന്നിട്ടുണ്ട്, കഴിച്ചോളാം. മുറിയുടെ മൂലയിൽ കൊണ്ടുവച്ച തോൾസഞ്ചി തുറന്നപ്പോൾ തന്നെ അസഹ്യമായ ഒരു ഗന്ധം മുറിയിൽ പരന്നു. ചോറും സാമ്പാറും അച്ചാറും കൂടി കുഴഞ്ഞ ഒരു പരുവത്തിലെത്തി. വെള്ളമൊലിച്ചു തുടങ്ങിയിരുന്നു. ചുമരിൽ വന്നിരിക്കുന്ന കൊതുകുകളിൽ വലുതിനെ തിരഞ്ഞു പിടിച്ച് കൈപ്പത്തി കൊണ്ട് കൊലപ്പെടുത്തുന്ന മാമനെ ഞാനൊന്ന് പാളി നോക്കി. എന്തു ചെയ്യും? അമ്മ അലക്കി തന്നുവിട്ട വസ്ത്രങ്ങളെല്ലാം അഴുക്കായിരിക്കുന്നു. ഞാൻ ഓരോന്നോരോന്നായി പുറത്തേക്കെടുത്തിട്ടു. തേച്ചു കുളിക്കാൻ എണ്ണ, കോൾട്ടാർ സോപ്പ്, 501ന്റെ ബാർ സോപ്പ്, ഒരെണ്ണം കുളിക്കാനും മറ്റേത് അലക്കാനും, എല്ലാം വാരി വലിച്ചിട്ടു. കൊതുകിനെ കൊല്ലുന്ന ശബ്ദം കേൾക്കാതായപ്പോൾ ഞാൻ വീണ്ടും തലപൊക്കി മാമനെ നോക്കി. മാമൻ എൻ്റെ അഭ്യാസങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ്. വളരെ കാരുണ്യത്തോടെ മാമൻ്റെ തിരുവചനങ്ങൾ ഒരശരീരി പോലെ ആ ചെറിയ മുറിയിൽ ഭീതി വിതച്ചു.
അത് കൊണ്ടുപോയി കളഞ്ഞേക്ക്, അവിടെ കിടന്നോടാ. ഞാനൊന്ന് പുറത്തു പോയി വരാം. ആ ചെറിയ മുറിയുടെ തകരവാതിൽ അടഞ്ഞു. സമാധാനമായി. പട്ടിണി കിടന്നാലും സാരമില്ല. മാമന്റെ ശബ്ദം വല്ലാത്ത ഭീതി ജനിപ്പിക്കുന്നു. പുറത്ത് തട്ടുകടയിൽ നിന്നും നല്ല മുരിഞ്ഞ മസാലദോശയുടെ മണം. അടച്ചിട്ട തകരവാതിലിന്റെ വിടവിലൂടെ ചെറിയ വെളിച്ചവും. ഏതോ തമിഴ് പാട്ടിന്റെ റെക്കോർഡും. മാമൻ എപ്പോഴാണ് വന്നു കിടന്നതെന്ന് അറിഞ്ഞില്ല. എപ്പോഴോ ഉറങ്ങിപ്പോയി. മാസത്തിൽ ഒരു തവണയെങ്കിലും വീട്ടിൽ പോയി അമ്മയെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ കഴിയാറില്ല. വയ്യാത്ത അമ്മക്ക് ഞാനും എനിക്കമ്മയും മാത്രമേ ഉള്ളുവല്ലോ. ഏട്ടനൊരാളുള്ളത് നഗരത്തിലെ ഫ്ലാറ്റിൽ സുഖമായി കഴിയുന്നു. ഏട്ടത്തിക്ക് ജോലിയുള്ളത് കൊണ്ട് അങ്ങനെയൊരു കാരണം പറയാനുണ്ട്. നാട്ടുകാരുടെ മുമ്പിൽ അമ്മയ്ക്ക് നിവർന്നു നിൽക്കാൻ അതുതന്നെ ധാരാളം. ഈ തിരക്കുകൾക്കിടയിൽ ഇങ്ങനെയൊരമ്മ കാത്തിരിക്കുന്നുണ്ടെന്ന ഓർമ്മ ഏട്ടനുണ്ടാവുമോ ആവോ. അമ്മയ്ക്ക് സങ്കടമില്ല. എവിടെയായിരുന്നാലും എൻ്റെ മക്കൾ സുഖമായിരിക്കണം എന്ന് മാത്രമേ അമ്മയ്ക്കുള്ളൂ. എനിക്ക് ജോലി കിട്ടിയെന്നറിഞ്ഞ് അമ്മ വളരെ സന്തോഷിച്ചു. എൻ്റെ മോനും ദൈവം കൈവിടില്ല എന്ന പ്രാർത്ഥനയോടെ ആദ്യ മറുപടി കത്തും വന്നു. ആദ്യ മാസം അയച്ചു കൊടുത്ത പൈസ അമ്മ ഇരുമ്പ് പെട്ടിയിൽ വെച്ച് പൂട്ടി. ഇനി പൈസ അയക്കേണ്ടതില്ല എന്ന അറിയിപ്പും. ഇടയ്ക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ കൊണ്ടുകൊടുത്താൽ മതി പോലും. അങ്ങനെയാവുമ്പോൾ ഞാൻ ഇടയ്ക്ക് ചെല്ലുമല്ലോ എന്നാവും അമ്മയുടെ വിചാരം. എനിക്കൊരു പിടിപ്പുണ്ടാവണമെന്ന് അമ്മ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അമ്മയുടെ കാലശേഷം ഞാൻ ഒറ്റപ്പെട്ടേക്കുമെന്ന് അമ്മ ഭയപ്പെടുന്നു. ഞാൻ രാവുണ്ണിമാമൻ്റെ അടുത്താണല്ലോ എന്ന സമാധാനത്തിലാണ് അമ്മ. എല്ലാ കാര്യങ്ങളും രാവുണ്ണിയായി ആലോചിച്ച് വേണം ചെയ്യാനെന്ന് അമ്മയുടെ നിർദ്ദേശമുണ്ട്. ജോലി വാങ്ങിക്കൊടുത്തതും കൂടെ താമസിപ്പിക്കുന്നതുമൊക്കെ രാവുണ്ണിയേട്ടനല്ലേ. സ്വന്തം കുഞ്ഞിനെ പോലെ ഏട്ടൻ കാണൂ. ഒന്നും മറുത്തു പറയാൻ തോന്നിയില്ല. വെറുതെ എന്തിന് അമ്മയെ കൂടി വിഷമിപ്പിക്കുന്നു. ജോലിക്ക് കയറുന്നതിന് മുൻപ് തന്നെ മാമൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു. അവസാനം മാമനെ കുറ്റപ്പെടുത്തരുതെന്ന് ഒരു താക്കീതും. ജോലിയുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ചിരി വരുന്നു. സംഭവം കൊള്ളാം. ജോലി വലിയ കുഴപ്പമൊന്നുമില്ല. എന്നെപ്പോലെ ഒരാൾക്ക് ഇതിലപ്പുറം എന്ത് ജോലിയാണ് കിട്ടാൻ പോകുന്നത്. പക്ഷേ മാമന് ശമ്പളത്തിന്റെ പകുതി വേണമെന്ന കരാറാണ് വില്ലൻ. ആലോചിച്ചാൽ മാമനെ കുറ്റം പറയാനൊക്കെയല്ല. പുള്ളിക്ക് വയസ്സായി എന്നൊരു തോന്നലുണ്ട്. ജോലി രാജിവെച്ചാൽ വേറെ വരുമാനവുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ ചെന്നു ചാടുന്നത്. എന്നെപ്പോലെ ഈ കരാറു പാലിക്കാൻ കഴിയുന്ന മറ്റാരുണ്ടെന്ന് മാമന് തോന്നിക്കാണും. കൊതുകിന്റെ ശല്യം അതികഠിനം തന്നെ. വല്ല വിധേനയും കൊല്ലാൻ നോക്കിയാൽ മാമൻ കളിയാക്കും. ഞാൻ ചെറിയ കൊതുകിനെ കൊന്നു എന്നതാണ് കുറ്റം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇയാൾക്ക് വല്ല മാനസിക പ്രശ്നവുമുണ്ടോ. ഞാനിപ്പോൾ കൊതുകിനെ കൊല്ലാറേയില്ല. അബദ്ധവശാൽ ഒരു കൊതുകിനെ തെറ്റിക്കൊന്നാൽ പിന്നെ അത് മതി. കൊതുകിന്റെ വയസ്സ് ചോദിച്ചറിഞ്ഞ് ആർക്കെങ്കിലും കൊല്ലാൻ പറ്റുമോ. ശമ്പളം കിട്ടിയ ദിവസം മാമൻ വീണ്ടും എന്നെ ആകുലപ്പെടുത്തി. പകുതി ശമ്പളം ഞാൻ എടുത്തിട്ടുണ്ട്, പകുതി വാടകയ്ക്കും. അത് പറയുമ്പോൾ മാമൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. ഈ പ്രസ്താവന എനിക്ക് പുതിയൊരു അറിവായിരുന്നു. മുറിവാടകയുടെ കാര്യം മനസ്സിലേ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കോണിമുറിയിൽ ഇത്ര നാളും താമസിച്ചു വാടക കൊടുത്തിരുന്നതും മാമൻ തന്നെയല്ലേ. ഇതിൻ്റെ പകുതി കൊടുത്താൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ ജോലിക്ക് വേണ്ടി ഇവിടെ വന്നു നിൽക്കുന്നത്. വലിയ നോട്ടുകൾ എണ്ണി മാമൻ്റെ പോക്കറ്റിൽ വെക്കുന്നേരം മാമൻ്റെ മർക്കട ശബ്ദം. പൈസയൊക്കെ സൂക്ഷിച്ചു വെക്കണം, അവിടെയും ഇവിടെയും വെച്ച് കളയരുത്. മാമൻ കയ്യിൽ തന്ന ചില്ലറ നോട്ടുകൾ എണ്ണാതെ തന്നെ മുറിയിലെ മൂലയിൽ വെച്ചിരിക്കുന്ന ബാഗിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ അറിയാതെ ഒന്ന് തിരിഞ്ഞു നോക്കി. മാമൻ്റെ കൈത്തണ്ടയിൽ ആ പ്ലാസ്റ്റിക് കയർ തൂങ്ങിയാടുന്നു. എനിക്ക് ചെറിയൊരു ഭയം തോന്നാതിരുന്നില്ല. എന്തായിരിക്കും ഈ കയർ കൊണ്ട് മാമൻ ഉദ്ദേശിക്കുന്നത്.